മലയാള സിനിമയിൽ ഇനി ആരെങ്കിലും നല്ല നടന്മാരുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. കാര്യം ഓരോ ദിവസം കഴിയുന്തോറും ഓരോ വ്യക്തികളുടെ പേര് അല്ലെങ്കിൽ ഓരോ നടന്മാരുടെ പേര് പറയാതെ പറയുകയും ഓപ്പണായി പറയുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഈ അടുത്തിടെ സിനിമാ സെറ്റിൽ ദുരനുഭവം ഉണ്ടായതിനെ തുടർന്ന് സോണിയ മൽഹാർ എന്ന് പറഞ്ഞ നടി തുറന്നു പറച്ചിലുമായി എത്തിയിരുന്നു. മലയാളത്തിലെ ഒരു സൂപ്പർ താരത്തിൽ നിന്നും വളരെ മോശമായ അനുഭവം ഉണ്ടായി. മേക്കപ്പ് ചെയ്ത ശേഷം ടോയ്ലറ്റിൽ പോയി തിരികെ വരുന്ന വഴി സൂപ്പർ സ്റ്റാർ കയറി പിടിച്ചു. താൻ വളരെയേറെ ആരാധിച്ച ഒരു വ്യക്തിയായിരുന്നു. ഞാൻ ആദ്യം പേടിച്ചു പോവുകയും പിന്നീട് തള്ളി മാറ്റിയ ശേഷം എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഈ ഡ്രസ്സും കണ്ണുമൊക്കെ അട്രാക്റ്റീവായി ഇരിക്കുന്നു, ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ചു എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. ഇനി ഈ നടൻ ജയസൂര്യ ആണോ എന്നൊക്കെ ചോദിച്ച് ചിലർ വരുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, 2013 തൊടുപുഴയിലുള്ള ഒരു സിനിമാ സെറ്റിൽ വെച്ചാണ് ഈ യുവ സൂപ്പർ സ്റ്റാർ തന്നെ കടന്നു പിടിച്ചത് എന്നാണ് പിന്നീട് ഇപ്പോൾ സോണിയ പറഞ്ഞിരിക്കുന്നത്. അയാൾക്ക് 2 കുട്ടികളുമുണ്ട്, അതിൽ ഒരാൾ പെൺകുട്ടിയുമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുകൂടാതെ ആ നടൻ ഇപ്പോൾ 40കളിലാണ് നിൽക്കുന്നത്. ഇത് വളരെയധികം ശ്രദ്ധ നേടിയിരിക്കുകയാണ്. 2013 തൊടുപുഴയിൽ ഷൂട്ട് ചെയ്ത സിനിമകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയ ശേഷം സോഷ്യൽ മീഡിയയൊക്കെ ഈ ചോദ്യം ഉന്നയിക്കുന്നത് നടൻ ജയസൂര്യക്കെതിരെയാണ്. നടൻ ജയസൂര്യയുടെ പിഗ്മാൻ എന്ന ചിത്രം 2013 ചിത്രീകരണം ആരംഭിച്ചത്. മാത്രമല്ല അത് തൊടുപുഴയിൽ വെച്ചുമായിരുന്നു. ഈ ചിത്രത്തിൽ സോണിയ അഭിനയിച്ചിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചിത്രത്തിൽ ജയസൂര്യമുണ്ട്. അദ്ദേഹത്തിന് 2 മക്കളുമാണ്, അതിൽ ഒരാൾ പെൺകുട്ടിയുമാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് 40 വയസ്സിന് മുകളിലുമാണ്. ഇത് ജയസൂര്യ തന്നെയാണോ എന്നുള്ള സംശയവും ഉയർത്തുന്നുണ്ട്. കൂടാതെ ജയസൂര്യയുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ പല കമന്റുകളിലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിന് തോന്നുന്നത് എന്നൊക്കെയുള്ള, പക്ഷേ നടൻ ജയസൂര്യ പോലൊരു വ്യക്തി അങ്ങനെ ചെയ്യുമോ, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്നൊക്കെയുള്ള കമന്റുകളും ജയസൂര്യക്ക് സപ്പോർട്ടുമായി വരുന്നുണ്ട്. തുറന്നു പറച്ചിലുകൾ പലരും നടത്തുന്നുണ്ട്. പക്ഷേ ആരുടെയും പേര് പറയാത്ത ഈ ഒരു തുറന്നു പറച്ചിൽ അല്ലെങ്കിൽ ഇതൊക്കെ കൊണ്ട് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? കാരണം ഇങ്ങനെ തുറന്നു പറയാതെ പേരുകൾ പറയാതെ പറയുമ്പോൾ പലരുടെയും നേരെയാണ് വിരൽ ചൂണ്ടുന്നത് പലരും. അത് അവർക്കും മോശമാണ്. അപ്പോൾ പറയുമ്പോൾ തുറന്നു പറയുന്നതല്ലേ നല്ലത്, അല്ലെങ്കിൽ മിണ്ടാതിരുന്നൂടെ എന്ന് ചോദിക്കുന്നവരുമുണ്ട്.